ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റോള് കിട്ടും, ഡയലോഗൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയും പൈസ കൊടുക്കരുത് എന്ന് പറയും. അവരൊരല്ല പൈസ കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, സിനിമ ജനറലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ല. നിങ്ങൾ പൈസ കൊടുത്തിട്ടോ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് എന്തെങ്കിലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ ചെയ്യുന്ന കാര്യമല്ല സിനിമ. ഒരു പ്രൊഡ്യൂസർ കൃത്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഉണ്ടാവും, അയാളാണ് ഫണ്ട് ചെയ്യുക, അല്ലാണ്ട് നിങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് എടുത്ത് ചെയ്യുന്ന സിനിമയായിരിക്കണം. അങ്ങനെ ഒരു സിനിമ അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ സിനിമ ഇറങ്ങുമോയെന്നറിയില്ല, അതെപ്പം എന്നറിയില്ല. ഈ സമയങ്ങളിലൊക്കെ ഈ പൈസ ഒരാൾ കൊടുക്കാൻ റെഡി ആവുന്നിടത്തുനിന്ന് അയാളുടെ അടുത്തുനിന്ന് എപ്പോഴും പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് തട്ടിപ്പാണ്, അത് അത് ഫ്രോഡാണ്, നമ്മൾ ചെയ്യുന്ന സിനിമയല്ല. അപ്പം അങ്ങനെ അല്ലാത്ത സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അത്രയും കറപ്ഷനോ കാര്യങ്ങളോ മേജർ കാര്യങ്ങളിലല്ല ഉള്ളത്. ബേസിക് ചില കാര്യങ്ങളാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. അതിൽ കുറേ നാൾ അത് അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ അവെയർ ആവുന്നത് കൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടും ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. സോ അത് ഇപ്പം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കുറച്ചുകൂടെ ബെറ്റർ സ്പേസിലാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു ഭയങ്കര മോശം സ്പേസിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇനി ഇത് നന്നാക്കുക എന്നുള്ളതല്ല. ഇതൊരു ബെറ്റർ വേർഷനാണ്. ഇതിൻ്റെയും ബെറ്റർ വേർഷനാവും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് പോകാൻ പറ്റും. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു ഫെസിലിറ്റി കിട്ടുക എന്ന് പറയുന്നതിലേക്കാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്.